ധ്വനിമോളുടെ അമ്മ സ്കൂളിൽ ധ്വനിയെ ചേർക്കാൻ വന്നപ്പോഴും ദുർഗയെ കാണാൻ പറ്റിയില്ല. എന്നാലും മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു. അത് വെച്ച് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. അത് തരാനാ വിളിപ്പിച്ചേ. ദുർഗ വലിയ തിരക്കിലായിരുന്നു തോന്നുന്നു. താനാണോ എല്ലാം ഓർഗനൈസ് ചെയ്തേ? അങ്ങനെയൊന്നുമില്ല, നാത്തൂനെല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലേ? അതെ. ഓക്കെ. ആ, ദുർഗയെ ധ്വനിമോൾക്ക് വലിയ ഇഷ്ടായി കേട്ടോ. ഇപ്പൊ സ്കൂളിൽ വരാനൊക്കെ അവക്ക് വലിയ ഉത്സാഹമാ. ചക്കര. ഇനിയും വെറുതെ ഓരോന്ന് സംസാരിച്ച് സമയം കളയണ്ടല്ലോ. കൊണ്ടുവന്ന ഗിഫ്റ്റ് ആ കുട്ടിക്ക് കൊടുത്ത് ചടങ്ങുകൾ തുടങ്ങാം. ആ, കല്യാണ പെണ്ണിന്റെ ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു രീതി ഞങ്ങൾക്കുണ്ട്. സോ ദിസ് ഇസ് ഫോർ യു ദുർഗ. അയ്യോ, എനിക്ക് ഇതൊന്നും. പൂർണിമ സന്തോഷത്തോടെ തരുമ്പോ അത് വേണ്ടാന്ന് പറയരുത് മോളെ. വാങ്ങിച്ചോ. അല്ല മുത്തശ്ശി, ഞാൻ പറഞ്ഞതല്ലേ അങ്ങനെ ദുർഗയ്ക്ക് ഗിഫ്റ്റിനോടൊന്നും വലിയ താല്പര്യമില്ലെന്ന്. മനസ്സിൽ മിതത്വവും നന്മയുള്ളതുകൊണ്ടാ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്. സത്യത്തിൽ അങ്ങനെയുള്ളവർക്ക് സമ്മാനങ്ങൾ വാങ്ങാൻ യോഗ്യത ഉള്ളത്. ഇത് വാങ്ങിച്ചോ. വാങ്ങിക്കേ. ഇഷ്ടായോ നോക്കി. ഇഷ്ടായി. എവിടെ ദുർഗയുടെ ഹസ്ബൻഡ്? ഇതുവരെ ഞങ്ങളെ പരിചയപ്പെടുത്തിയില്ലല്ലോ. എന്താ എന്തു പറ്റി? അത് ദുർഗയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ഇല്ലേ? അതെന്താ? അപ്പൊ മൂത്താളുടെ വിവാഹം നടത്താതെയാണോ ഇളയാളുടെ വിവാഹം നടത്തുന്നത്? അതെന്താ അങ്ങനെ? നിങ്ങൾ ആരും എന്താ ഒന്നും പറയാത്തത്? അത് ജാതകത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതെ, പിന്നെ ദുർഗയ്ക്ക് ഞങ്ങളൊരു കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുക. ജാതകത്തിന്റെ കാര്യങ്ങളോട് ശരിയായിട്ട് നടത്താന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. ഇത്ര ഉണ്ടായിരുന്നുള്ളോ? ഇത് പറയാനാണോ ഇത്രയും താമസം എടുത്തത്? അങ്ങനെയാണെങ്കിൽ ദുർഗയുടെ ആളും ചടങ്ങിന് വന്നിട്ടുണ്ടാവും അല്ലേ? ദുർഗേ,